ബീഹാറിലേക്ക് പോയാൽ അവിടെയും മഴക്കെടുതി രൂക്ഷമാണ്. 24 മണിക്കൂറിനിടെ 42 പേരാണ് മഴക്കെടുതിയെ തുടർന്ന് മരിച്ചത്. ഇടിമിന്നലേറ്റ് 28 പേർ മരിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ബീഹാറിൽ നിന്നുള്ള മഴക്കെടുതി വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ബീഹാർ ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങളിലെ ഗംഗാതട മേഖലയിൽ ശക്തമായ കാറ്റും മഴയും 2 ദിവസമായി തുടരുകയാണ്. അതിൽ മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി തന്നെ ബാധിച്ചിരിക്കുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42 പേരാണ് മഴക്കെടുതിയെ തുടർന്ന് മരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചിരിക്കുന്നത് ഇടിമിന്നലേറ്റാണ്. 28 പേരാണ് ബീഹാറിൽ 24 മണിക്കൂറിനിടെ ഇടിമിന്നലേറ്റ് മരിച്ചത്. നളന്ദ, ജഹാനാബാദ്, മുസഫർപൂർ, അരാരിയ, ബഗുസരായ് എന്നീ ജില്ലകളിൽ മഴക്കെടുതി അതീവ രൂക്ഷമാണ്. നളന്ദയിൽ മാത്രം 18 പേർ മഴക്കെടുതിയെ തുടർന്ന് മരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വീടുകളും കെട്ടിടങ്ങളും മതിലും തകർന്നു വീഴുള്ള അപകടങ്ങളിലാണ് മറ്റു മരണങ്ങൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഉത്തർപ്രദേശിൽ 22 പേരാണ് മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചിരിക്കുന്നത്. വരുന്ന 48 മണിക്കൂർ കൂടി ഈ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ക്രിസ്റ്റീന, ശരി, ബീഹാറിൽ നിന്നുള്ള മഴ വാർത്തകൾ വ്യക്തമാക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്.